ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ശിക്ഷേമ സമിതി ഓഫീസിലേക്കാണ് പ്രവർത്തകർ തള്ളിക്കയറിയത്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പതാക ഏന്തിയാണ് പ്രവർത്തകർ എത്തിയത്. പക്ഷേ അവരെ തടയുന്നുണ്ട് അവിടുത്തെ ജീവനക്കാർ. പക്ഷേ അവരെയും മറികടന്നുകൊണ്ട് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഇതിനോടകം ഉണ്ടാകുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ വളരെ കുറച്ച് നാമമാത്രമായി ജീവനക്കാർ മാത്രമേ ഉള്ളൂ. സുരക്ഷാ ജീവനക്കാർ വളരെ കുറവാണെന്ന് ദൃശ്യങ്ങളിൽ കാണാം. അവർ ഒരു കൂട്ടം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ തള്ളിക്കയറാൻ ഇപ്പോഴും ശ്രമിക്കുന്നു. മുകളിലത്തെ നിലയിലേക്ക് പോകാനാണ് അവരുടെ ശ്രമം എന്ന് മനസ്സിലാക്കുന്നു. അവരെ തടയാൻ കൂടുതൽ ജീവനക്കാർ അവിടേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. ആർ ശ്രീത്ത് അവിടെ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഞാൻ മനസ്സിലാക്കുന്ന അവിടെ കുറച്ച് മാത്രം സുരക്ഷാ ജീവനക്കാർ മാത്രമേ ഈ ഘട്ടത്തിലുള്ളൂ എന്നതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ അകത്തേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മുകൾ നിലയിലേക്ക് പോകാനുള്ള ഒരു ശ്രമം അതാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു ഉന്തും തള്ളും കയ്യാങ്കളിയും ഒക്കെ നടക്കുന്നുണ്ടല്ലോ, വിവരങ്ങൾ. ശ്രീയത്തിലേക്ക് എത്താം. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ശിക്ഷേമ സമിതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഓഫീസിനകത്തേക്ക് എത്തുകയായിരുന്നു. അവിടെ സുരക്ഷാ ജീവനക്കാർ അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ മറികടന്ന് മുകളിലേക്ക് കയറാനുള്ള ശ്രമം ഈ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. വലിയ മുദ്രാവാക്യം വിളികളുമായാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അവിടെ എത്തിയത്. ഇതിനോടകം തന്നെ ഇത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. ശിക്ഷേമ സമിതിയിൽ ഒരു 2.5 വയസ്സുള്ള പെൺകുഞ്ഞിനാണ് ഈ രീതിയിലുള്ള അതിക്രമം നേരിടേണ്ടി വന്നത്. ജനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു കുഞ്ഞിനെ പരിചരിക്കേണ്ട ആയമാർ. അതിൽ 7 പേർക്കെതിരെ നടപടിയെടുത്തു എന്ന് ശിക്ഷേമ സമിതി വ്യക്തമാക്കുന്നു. ഇപ്പോൾ 3 ആയമാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്കെതിരെ പോക്സോ കേസ് അടക്കം ചുമത്തിയിട്ടുമുണ്ട് എന്നാണ് അറിയുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത് രാഷ്ട്രീയ വിഷയമായി തന്നെ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രതിഷേധവുമായി ശിക്ഷേമ സമിതി ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ശ്രീത്ത്, ഈ പ്രവർത്തകർ അകത്തേക്ക് കയറിയത് നമ്മൾ കണ്ടു. മുകൾ നിലയിലേക്ക് പോകാനുള്ള ശ്രമം അവിടെ സുരക്ഷാ ജീവനക്കാർ ചേർന്ന് തടയുന്നതും നമ്മൾ കാണുന്നു. അവിടെ നാമമാത്ര ജീവനക്കാർ മാത്രമേ ഉള്ളൂ എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. പോലീസൊന്നും ആ ഭാഗത്തില്ല എന്നാണോ? ആർ ശ്രീത്തിലേക്ക് അല്പസമയത്തിനകം എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ വലിയ ഉന്തും തള്ളും നടക്കുന്നുണ്ട്. അവിടെ കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശിക്ഷേമ സമിതി ഓഫീസിലേക്ക് എത്തുന്നുമുണ്ട്. അവരെ തടഞ്ഞു നിർത്താനുള്ള ശ്രമമാണ് സുരക്ഷാ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പക്ഷേ അവരെ മറികടന്ന് വലിയ മുദ്രാവാക്യം വിളികളുമായി മുൻപോട്ട് നീങ്ങാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഉന്തും തള്ളും കയ്യാങ്കളിയും ഒക്കെ അവിടെയുണ്ട്. മുകൾ നിലയിലേക്ക് പോകാനാണ്. അല്പസമയം മുൻപ് അവിടെ ആയമാർ ഉൾപ്പെടെ വരുന്നതും നമ്മൾ കണ്ടതാണ്. അവർ ഈ പ്രവർത്തകരോട് സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ സ്റ്റെപ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള നീക്കം കൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പോലീസ് നമ്മൾ അവിടെ ദൃശ്യങ്ങൾ എവിടെയും കാണുന്നില്ല. ഈ രീതിയിലുള്ളൊരു പ്രതിഷേധം ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിക്ഷേമ സമിതി ഓഫീസിലേക്ക് ഇങ്ങനെയൊരു പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും ഈ ഘട്ടത്തിലെന്ന് ഒരുപക്ഷെ പോലീസോ അല്ലെങ്കിൽ ശിക്ഷേമ സമിതി അധികൃതരോ പ്രതീക്ഷിച്ചു കാണില്ല. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നൊരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിനകത്തേക്ക് കടന്ന് മുകൾ നിലയിലേക്ക് പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവിടെ സുരക്ഷാ ജീവനക്കാർ ചേർന്ന് തടഞ്ഞിരിക്കുന്നത്. അപ്പോഴും അവിടെ പ്രതിഷേധം തുടരുന്നു.